പോസ് ഫോർ എ മൊമെന്റ്. കാഴ്ച ഒരനുഗ്രഹമാണെന്ന് മനസ്സിലാക്കാൻ എല്ലാം ഞാൻ കാണുന്നു. ഇമാജിൻ കാഴ്ചകൾ മങ്ങുന്ന ആ ദിവസം. എന്റെ കണ്ണുകളെ ബാധിച്ച ഗ്ലോക്കോമ. ഗ്ലോക്കോമയുടെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാവാം കൂർക്കം വലി. വശങ്ങളിലെ കാഴ്ച മങ്ങി ഒരു കുഴലിലൂടെ പോലെയായി ചുരുങ്ങുന്നു. ട്രീറ്റ് ഏർലി ഫോർ ഗ്ലോക്കോമ. ഷൊർണൂർ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന ലാബിലെ രക്തപരിശോധനാ ഫലത്തിൽ കൃത്യതയില്ലെന്നാരോപിച്ച് മെഡിക്കൽ ഓഫീസിന് മുന്നിൽ BJPയുടെ പ്രതിഷേധം. പരിശോധനയ്ക്കെത്തുന്ന രോഗികളുടെ പരിശോധനാ ഫലത്തിൽ വലിയ വ്യത്യാസമാണെന്നും BJP നേതാക്കൾ ആരോപിച്ചു. പരിശോധനാ ഫലത്തിൽ സംശയം തോന്നിയ രോഗികൾ സ്വകാര്യ ലാബിൽ പരിശോധന നടത്തിയപ്പോഴാണ് രക്തത്തിലെ കൗണ്ട് ഉൾപ്പെടെയുള്ള അളവുകളിൽ 10,000ങ്ങളുടെ വ്യത്യാസം കാണാൻ സാധിച്ചതെന്നും പറയുന്നു. രക്തപരിശോധനകളുടെ യന്ത്രത്തകരാറാണ് പ്രശ്നമെന്നും തകരാർ പരിഹരിച്ചതിന് ശേഷം മാത്രമേ ലാബ് പ്രവർത്തിക്കൂ എന്ന മെഡിക്കൽ ഓഫീസർ ഉറപ്പു നൽകിയെന്നും BJP നേതാക്കൾ പറഞ്ഞു. ജില്ലാ കോർഡിനേറ്റർ MP സതീഷ് കുമാർ, EP നന്ദകുമാർ, K പ്രസാദ്, സിനി മനോജ്, ലേഖ രമേശ്, R രഞ്ജിത്ത്, MK വിപിനാഥ് എന്നിവർ പങ്കെടുത്തു. ഷൊർണൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ലാബ് പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് ദിവസങ്ങളായിട്ട് ഏതാണ്ട് ഒരു 20-25 ദിവസത്തോളമായിട്ട് അവിടെ ടെസ്റ്റ് ചെയ്യുന്ന റിസൾട്ടുകളെല്ലാം വീണ്ടും പുറത്തുപോയി ടെസ്റ്റ് ചെയ്യേണ്ട ഒരു അവസരം ഉണ്ടാക്കുകയാണ്. അത് 10 ദിവസമായിട്ടും പരാതിപ്പെട്ടിട്ടും അത് നേരെയാക്കിയിട്ട് അതിന് വേണ്ട നടപടി സ്വീകരിക്കാൻ ഹോസ്പിറ്റൽ അധികാരികൾ തയ്യാറായിട്ടില്ല. ഇന്ന് ഞങ്ങളിവിടെ ഹോസ്പിറ്റലിൽ വന്ന സൂപ്രണ്ടിനെ കണ്ട് സംസാരിച്ചിട്ടും അത് വലിയൊരു വ്യത്യാസം മുപ്പരങ്ങനെ അതിനെ അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. നമുക്ക് മനസ്സിലാകുന്നത് പ്രൈവറ്റ് ലാബുകളെ സംരക്ഷിക്കാനും അതിന്റെ മേലിൽ അഴിമതിയുണ്ടോ എന്ന് വരെ സംശയിക്കേണ്ടിയിരിക്കുന്നു. പ്രൈവറ്റ് ലാബുകളിലേക്കാണ് ഇപ്പോൾ വിടുകയാണ്. ഇവിടെ ടെസ്റ്റ് ചെയ്യുക, പ്രൈവറ്റ് ലാബിലേക്ക് വിടുക. സാധാരണക്കാരായ ഒരു മാർഗവുമില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത സാധാരണക്കാരായ ആളുകളാണ് ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിനെ ആശ്രയിക്കുന്നത്. അത്തരം ആളുകളെ വീണ്ടും വീണ്ടും ബ്ലഡ് ചെക്ക് ചെയ്യാൻ വേണ്ടി പുറത്തും ഇവിടെയും ചെക്ക് ചെയ്യിപ്പിക്കുക. എന്നിട്ട് വളരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് ഒരു മാസത്തോളമായി. എന്തായാലും ഇന്ന് ഞങ്ങളിത് പറഞ്ഞിട്ടുണ്ട്. ഇത് എത്രയും പെട്ടെന്ന് യുദ്ധകാല അടിസ്ഥാനത്തിൽ തീരുമാനമുണ്ടാക്കണം. എന്താണെന്ന് കണ്ടെത്താൻ ഇനിയും അത് സാധിക്കുന്നില്ല പറഞ്ഞാൽ ആ സൂപ്രണ്ട് ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല നമുക്ക് മനസ്സിലാക്കുന്നത്. VCV ന്യൂസ്, ഷൊർണൂർ.